ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ഒരു വീഡിയോ മൊത്തത്തിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. നിങ്ങൾ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഇതിലൊക്കെ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാനും നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു ഫ്രീ ആയിട്ട്, അതായത് നിങ്ങൾക്ക് സെൽഫായിട്ട് ഒരു ATM കാർഡ്. സോ നിങ്ങൾക്ക് ഇത് ഫിസിക്കലി ഓർഡർ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. സോ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ATM കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള ATM സെന്ററിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാനും ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു അക്കൗണ്ട് എങ്ങനെ സെറ്റപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത്. സോ ഇത് ചെയ്തെടുക്കാൻ കുറച്ച് റിസ്ക് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രത്തോളം ലെങ്ത് ആയി വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ ക്ലിയർ ആയി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോക്ക് ജസ്റ്റ് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ വളരെ ലെങ്ത് ഉള്ള വീഡിയോ ആണ്. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ക്ലിയർലി വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു നിങ്ങൾക്ക് ഈ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കില്ല. സോ ഓക്കെ, അപ്പം നമ്മളുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ആയിട്ട് ഇന്റർഫേസ് ഇതാണ്. അതിനുശേഷം താഴെ കാണുന്ന ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ആ ഒരു ബട്ടൺ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഒരു അണ്ടർ 18 ഏജ് ആണെന്നെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഈ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ SMS വരാനും പോകാനുള്ള ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. സിം കട്ടാകാത്ത സിം ആയിരിക്കണം. മെയിനായിട്ട് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ഈ സെൻഡ് OTP എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP വരും. ആ ഒരു OTP നിങ്ങൾ ബോക്സിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ATM കാർഡിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് താഴത്തായിട്ട് സെലക്ട് എന്ന് കാണാം. ജസ്റ്റ് നിങ്ങൾ ആ ഒരു സെലക്ട് എന്നുള്ള ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തതായിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. സോ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, സോ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ജെൻഡർ, മെയിൽ ആണെങ്കിൽ മെയിൽ കൊടുക്കാം, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ കൊടുക്കാം. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് ഈ സൈഡിലായിട്ട് ഒരു കലണ്ടറിന്റെ ഐക്കൺ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് കൊടുക്കാം. ഇമെയിൽ കൊടുക്കുക, വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ കൊടുക്കാം. സിറ്റി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ലിവിങ് ചെയ്യുന്ന അതായത് നിങ്ങളുടെ ഹോം നിൽക്കുന്ന ആ ഒരു സിറ്റി നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഷോ ചെയ്യണമെന്നില്ല. സോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. സോ ഞാൻ അരീക്കോട് ആയതുകൊണ്ട് തന്നെ അരീക്കോട് ഇവിടെ കാണുന്നില്ല. അപ്പോൾ അത് ഞാൻ മലപ്പുറം എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മലപ്പുറം കൊടുക്കുക. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങളുടെ റെഫറൽ കോഡാണ്. സോ റെഫറൽ കോഡ് മസ്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യണം. ഈ കാണുന്ന റെഫറൽ കോഡാണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. സോ നിങ്ങൾക്ക് 100 രൂപ ബൗൺസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പം ഞാനിവിടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഒക്കെ കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ആ ഒരു ടിക്ക് ബോക്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ 2008 ജനിച്ചിട്ടുള്ള ഒരു കുട്ടിക്കാണ് ഞാൻ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. സോ ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ആയിരിക്കും ഇവിടെ ഓപ്പൺ ആയി വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ക്ലെയിം യുവർ കാർഡ് എന്ന് കാണാൻ സാധിക്കും. താഴത്തായിട്ട് നിങ്ങൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, ഇൻവൈറ്റ് ഉണ്ട്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻവൈറ്റ് യുവർ ഗാർഡൻ ടു ഫിനിഷ് ദ ഓൺ ബോർഡിംഗ് എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ ഗാർഡൻ ആയിട്ട് വരുന്നത്, അതായത് നിങ്ങളുടെ ഫാദർ, മദർ അല്ലെങ്കിൽ 18 വയസ്സ് മുകളിലുള്ള ബ്രദർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിനു ശേഷം ഇൻവൈറ്റ് എന്നുള്ളൊരു ബട്ടൺ ജസ്റ്റ് എൻ്റർ ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് വരുന്നതായിരിക്കും. ഈ ഒരു വാട്സപ്പ് വന്നതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യുക, ഈ ഒരു അവരുടെ വാട്സപ്പിലോട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഇനി നിങ്ങൾ 18 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഐ ആം ഓവർ 18 ഇയേഴ്സ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഇവിടുന്ന് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഗേർഡന്റെ മൊബൈലിലാണ്. സോ അപ്പം നിങ്ങൾ ഇതിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഓക്കെ, അപ്പം ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് നമ്മുടെ ഗാർഡിൻ്റെ മൊബൈലിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ.
അങ്ങനെ നമ്മളിപ്പോൾ ഗാർഡിൻ്റെ മൊബൈൽ വന്നിട്ടുണ്ട്. ഗാർഡിൻ്റെ മൊബൈലിൽ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അവിടുന്ന് സെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രൗസറിലോട്ട് പോകുന്നതായിരിക്കും. ഓട്ടോമാറ്റിക്കലി ഈ ബ്രൗസറിൽ നിന്ന് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലോട്ട് പോകുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. ഗാർഡിൻ്റെ മൊബൈലിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ നിങ്ങൾ ക്ലിയർലി വാച്ച് ചെയ്യണം കേട്ടോ. ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ എന്നുള്ളൊരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട അതേപോലത്തെ ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ആ ഒരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. ഈ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ മൊബൈൽ ചെയ്തിട്ടുള്ള, അതായത് നിങ്ങൾ നേരത്തെ മൊബൈൽ എൻ്റർ ഫോൺ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളൊരു നമ്പർ എൻ്റർ ചെയ്ത ശേഷം ഇൻവൈറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു നമ്പർ തന്നെ മസ്റ്റായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന ശേഷം താഴെ കാണുന്ന സെൻഡ് OTP എന്നുള്ളൊരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നേരത്തെ അവിടെ കൊടുത്തിട്ടുള്ള ആ മൊബൈൽ നമ്പർ തന്നെ നിങ്ങൾ ഇവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു OTP വരുന്നതായിരിക്കും. ഒരു OTP നിങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് OTP വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ റീസെൻ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും OTP വരുന്നതായിരിക്കും. സോ ഞാനിവിടെ OTP വന്നതിന് ശേഷം അലോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം OTP ഇവിടെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഗാർഡിയൻ ആരാണോ അപ്പോൾ അവരുടെ പ്രൊഫൈലാണ് നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം അവരുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ജെൻഡർ ഏതാണെങ്കിൽ അത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ, വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ സിറ്റി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് റെഫറൽ കോഡാണ്. റെഫറൽ കോഡ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കൊടുക്കുക. ഈ കാണുന്നതാണ് നിങ്ങളുടെ റെഫറൽ കോഡ്. ഡിസ്ക്രിപ്ഷനകത്ത് നൽകുന്നുണ്ട്. സോ നിങ്ങൾക്ക് 100 ഒമ്നി കോയിൻസ് നിങ്ങൾക്ക് ബോൺസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്രൂവ് റിക്വസ്റ്റ് എന്നും റിജക്റ്റ് റിക്വസ്റ്റ് എന്നും. ഇവിടെ 2 ഓപ്ഷനാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫാസി മോൺ ഹാസ് റിക്വസ്റ്റഡ് ഫോർ ദിസ് ഒമ്നി കാർഡ് എന്ന് കാണാൻ സാധിക്കും. സോ ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാസി മോൺ എന്നുള്ള അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇനി നിങ്ങൾ അപ്രൂവ് റിക്വസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ചൂസ് ID ടൈപ്പ് എന്ന് കാണാം. നിങ്ങൾ ആ ഒരു ബട്ടണിലാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു ആർ ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. സോ നിങ്ങൾ ആ ഒരു ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 രീതിയിൽ വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. പാന്, വോട്ടർ ID, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്. സോ നിങ്ങൾ പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് വെച്ച് നിങ്ങൾക്ക് വെരിഫൈ ആവുന്നതാണ്. നിങ്ങൾക്ക് പാൻ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 5 മിനിറ്റിനുള്ളിൽ തന്നെ പാൻ കാർഡ് എടുക്കുന്ന വീഡിയോ നമ്മുടെ ചാനൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോ ലിങ്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വോട്ടർ ഐ ഡി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ നിങ്ങൾ പാൻ കാർഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ പാൻ കാർഡിൻ്റെ നമ്പർ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നിങ്ങൾ വോട്ടർ ഐ ഡി ആണെങ്കിൽ വോട്ടർ ഐ ഡി നമ്പർ എൻ്റർ ചെയ്യാം. അതിനുശേഷം താഴെ ടിക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തതിനു ശേഷം സബ്മിറ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ക്ലിയർലി വാച്ച് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. ഓക്കെ, വീഡിയോക്ക് ജസ്റ്റ് ഇപ്പോൾ തന്നെ ലൈക്ക് കൂടിയും ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഇവിടെ സെറ്റപ്പ് ആയി വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ബാനർ കാണാൻ സാധിക്കും. ഈ ഒരു KYC ഈസ് പെൻഡിങ് എന്ന് കാണാൻ സാധിക്കും. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു നമ്മുടെ ഗാർഡിൻ്റെ മൊബൈലിൽ ഈ അക്കൗണ്ട് മൊത്തത്തിൽ സെറ്റപ്പ് ആയി വന്നിട്ടുണ്ട്. സോ ഇനി കുറച്ചും കൂടി സെറ്റപ്പ് ചെയ്യാണ്ട് അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈലിലോട്ട് നമ്മൾ പോകാം. അപ്പോൾ ആദ്യം അണ്ടർ 18 ഏജിൻ്റെ മൊബൈലിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോകാം. അപ്പൊ ഇതുപോലെ ആയിരിക്കും ഇപ്പോൾ അണ്ടർ 18 ഏജിന്റെ മൊബൈലിൽ ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മളിവിടെ വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ഫ്രം എന്ന് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ ഒരു ഇൻവൈറ്റ് അപ്രൂവൽ ചെയ്യാറുണ്ടായിരുന്നു. സോ നമ്മൾ ഗാർഡിന്റെ മൊബൈലിൽ ഇത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും യുവർ ഒമിനി കാർഡ് ഹാസ് ബീൻ അപ്രൂവ്ഡ് ബൈ മുഹമ്മദ് സാഹിദ്. സോ ഞാൻ ഈ മുഹമ്മദ് സാഹിദ് എന്ന് പറയുന്നത് ഗാർഡിന്റെ പേരാണ്. സോ ഓക്കെ, അപ്പൊ നിങ്ങൾ ഗാർഡിന്റെ പേര് കൊടുക്കുന്ന സമയത്ത് അവർ ആ ഒരു കാർഡ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. സോ ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഒമിനി കാർഡ് ഹാസ് അപ്രൂവ്ഡ് ബൈ മുഹമ്മദ് സാഹിദ്, കൺഗ്രാലേഷൻ നിങ്ങൾക്ക് വേണ്ടി കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പൊ നമ്മൾ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. സോ എന്നാലും നമുക്ക് ഇതിന്റെ ഫുൾ ഫീച്ചേഴ്സ് ലഭിക്കില്ല, നമുക്ക് ഇവിടെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കില്ല. സോ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫാസി മോൻ, അതായത് ആ ഒരു ക്യാഷിന്റെ ഐക്കണിന്റെ മുകളിലായിട്ട്, കാരണം ഇത് അണ്ടർ 80 ഏജിന്റെ മൊബൈലാണ്, നമ്മൾ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു അക്കൗണ്ട് ആണ്. സോ ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 100 ഒമിനി കോയിൻസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക. അത് നിങ്ങൾ റെഫറൽ കോഡ് എൻ്റർ ചെയ്താൽ ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ഇവിടെ പേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബാങ്ക് ഉണ്ട്, UPI ഒക്കെ ഉണ്ട്. സോ നിങ്ങൾ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കും യുവർ ഗാർഡൻ വിൽ ഹാവ് ടു കംപ്ലീറ്റ് KYC ഫോർ യു ടു യൂസ് ദിസ് ഫീച്ചർ എന്നാണ് കാണിക്കുന്നത്. സോ നമ്മുടെ ഗാർഡന് KYC കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഫീച്ചർ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഓക്കെ, അപ്പൊ നമുക്ക് ഈ നേരെ ഗാർഡന്റെ മൊബൈലിൽ പോയിട്ട് നമുക്ക് ആ ഒരു KYC കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഗാർഡന്റെ മൊബൈലിലോട്ട് പോകാം.
അപ്പോൾ ഗാർഡന്റെ മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബാനർ കാണാൻ സാധിക്കും, യുവർ KYC ഈസ് പെൻഡിങ് എന്ന് കാണാം. സോ ഞാൻ ജസ്റ്റ് ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് മെയിൻ ഇന്റർഫേസിൽ കംപ്ലീറ്റ് യുവർ KYC എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് KYC കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പേരിലോട്ട് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കംപ്ലീറ്റ് KYC ബിക്കം എ സൂപ്പർ യൂസർ ഇൻ 60 സെക്കൻഡ്. ഓക്കെ, 60 സെക്കൻഡിൽ തന്നെ സൂപ്പർ യൂസർ ആവാൻ പറ്റും. കാരണം നിങ്ങൾ ബിഫോർ KYC ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ലിമിറ്റ് വരുന്നത് 10,000 രൂപയാണ്. സോ നിങ്ങൾ KYC ചെയ്ത് കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ബാലൻസ് ലിമിറ്റ് വരുന്നതായിരിക്കും, ട്രാൻസാക്ഷൻ്റെ ലിമിറ്റ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്നും KYC കംപ്ലീറ്റ് ചെയ്യാതെ ക്യാഷ് സെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ക്യാഷ് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ആഫ്റ്റർ KYC ആണെന്നുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും ബാങ്ക് ട്രാൻസ്ഫർ അലൗഡ് ആണ്, KYC ഇല്ല എന്നുണ്ടെങ്കിൽ അലൗഡ് അല്ല. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ ഓൺ ചെയ്യാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. സോ നമ്മൾ ലൊക്കേഷൻ ആക്സസ് കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ കംപ്ലീറ്റ് KYC ആണ്. നിങ്ങൾക്ക് 3 കാര്യങ്ങളാണ് വേണ്ടത്. അത് നിങ്ങളുടെ ആധാർ കാർഡ് വെരിഫൈ, ആധാർ കാർഡ് നിങ്ങൾ ആധാർ കാർഡ് നമ്പർ വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ പാൻ കാർഡ് വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അതായത് ഗാർഡൻ്റെ, ഇതൊക്കെ ഗാർഡൻ്റാണ് ചെയ്യേണ്ടത്, അണ്ടർ 18 ഏജിൻ്റെ അല്ല, ഇതൊക്കെ ഗാർഡൻ്റാണ് ചെയ്യേണ്ടത്. ഗാർഡൻ്റെ ആധാർ കാർഡ് നമ്പർ വേണം. അതുപോലെ തന്നെ പാൻ കാർഡ് വെരിഫൈ ചെയ്യണം. സെൽഫി ടേക്ക് ചെയ്യണം. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എററായി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അക്കൗണ്ട് പിന്നീട് അത് ബ്ലോക്ക് ആയി കളയുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആരാണ്, സ്റ്റുഡൻ്റ് ആണോ എംപ്ലോയി ആണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എംപ്ലോയി സെലക്ട് ചെയ്യുന്നുണ്ട്. ഗാർഡൻ എംപ്ലോയി ആണ്. അതിനുശേഷം നിങ്ങൾ 2 ബോക്സും ടിക്ക് മാർക്ക് കൊടുക്കും, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. അതിനുശേഷം ഐ ആം റെഡി എന്നുള്ള താഴെ കാണുന്ന ആ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അടുത്തതായിട്ടുള്ളൊരു പേജ് വരുന്നത് ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാൻ ഒരു ഓപ്ഷനാണ്. സോ നിങ്ങളിവിടെ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് താഴെ ഒരു ബോക്സിൽ നിങ്ങൾക്കൊരു ക്യാപ്ച കാണാൻ സാധിക്കും. സോ ഓക്കെ, അപ്പോൾ നമ്മൾ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്തതിനു ശേഷം താഴെ കാണുന്ന ആ ഒരു ക്യാപ്ച നിങ്ങൾ അതിന് താഴത്തായിട്ട് എൻ്റർ ക്യാപ്ച ഹെർ എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ആ ഒരു ബോക്സിൽ കാണുന്ന അതേ ക്യാപ്ച നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന സെൻഡ് OTP എന്നുള്ള ആ ഒരു ബട്ടൺ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്തതിനു ശേഷം വെരിഫൈ എന്നുള്ള ആ ഒരു ബട്ടൺ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഓക്കെ, അപ്പം ഞാനിവിടെ OTP എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങളുടെ പാൻ കാർഡ് വെരിഫൈ ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ നിങ്ങൾ ആദ്യം കൊടുത്തത്, അതായത് നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ള ആ ഒരു പാൻ കാർഡ് നമ്പർ ഉണ്ടല്ലോ, അതേ നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഒരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ സെൽഫി എടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് കാണാൻ സാധിക്കും. നിങ്ങൾ പ്രോപ്പറായിട്ട് ലൈറ്റ് ഉള്ള സ്ഥലത്തായിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു ഫ്രെയിമിൽ, നിങ്ങൾ സെൽഫി എടുക്കുന്ന ആ ഒരു ഫ്രെയിമിൽ നിങ്ങൾ മാത്രമേ പാടുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെഡിൽ ഒന്നുകൊണ്ട് കവർ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ക്യാപ്പ് ഒന്നും ധരിക്കാൻ പാടില്ല. സോ നിങ്ങൾ ക്ലിയർലി നിങ്ങളുടെ ഫേസ് കാണണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ അണ്ടർ 18 ചൈൽഡിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് പൂർണ്ണ ഉത്തരവാദിത്വം ഗാർഡൻ ആണ്. കാരണം ഗാർഡന്റെ ഡീറ്റെയിൽസ് ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചൈൽഡിന്റെ അക്കൗണ്ട് ഉണ്ടാകുക, അതായത് അണ്ടർ 18 ഏജിന്റെ അക്കൗണ്ട് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലുക്ക് റൈറ്റും എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഹെഡ് നിങ്ങൾ വലത്തോട്ടാക്കുക, ലുക്ക് ലെഫ്റ്റ് എന്ന് പറയുമ്പം എടുത്തോട്ടാക്കുക. അതുപോലെ തന്നെ സ്മൈൽ ചെയ്യാൻ പറയും. ഒക്കെ ജസ്റ്റ് നിങ്ങൾ ചെയ്തതിനു ശേഷം ടാഗ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്തരം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കൺഗ്രാജുലേഷൻ, യുവർ ഫുൾ KYC ഹാസ് സക്സസ്ഫുള്ളി ബീൻ ഡൺ എന്ന് കാണാൻ സാധിക്കും. സോ നമ്മുടെ KYC ഇവിടെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ട്രാൻസാക്ഷൻ ലിമിറ്റ് അപ്ഗ്രേഡ് ടു 1 ലക്ഷം, 1 ലാഖിന്റെ അടുത്തേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ ആക്ടിവേറ്റ് ആണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒക്കെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഹോം എന്നുള്ള ഭാഗത്തേക്ക് നിങ്ങൾ പോവുക. സോ ഓക്കെ, ഹോം എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പേജിലോട്ട് വരുന്നതായിരിക്കും. അടുത്തുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ആഡ് മണി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിലേക്ക് ഒരു 100 rupees ജസ്റ്റ് ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യണം.
ഓക്കെ. അപ്പം ഇവിടുന്ന് ഞാനിവിടെ 100 എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഓപ്ഷനാണുള്ളത്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്. ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് UPI എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പേ, ഫോൺ പേ, Paytm ഇങ്ങനെയുള്ള UPI പ്ലാറ്റ്ഫോമുകളിലായിരിക്കും. സോ നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് ഇതിൽ ക്യാഷ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഡെബിറ്റ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. സോ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഈ ഒരു കാർഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്തതിനു ശേഷം പ്രൊസീഡ് ആൻഡ് പേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് OTP വരുന്നതായിരിക്കും. സോ ഞാൻ എൻ്റെ മൊബൈൽ നമ്പറിലോട്ട്, അതായത് ആ ഒരു അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് OTP വരും. സോ ആ ഒരു OTP നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഓക്കെ. അപ്പോൾ ഞാനിവിടെ OTP ഒക്കെ എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റൻ്റ്ലി തന്നെ നമ്മൾ ആ ഒരു ക്യാഷ് പേയ്മെൻറ്റ് സക്സസ് ആവുന്നതായിരിക്കും. സോ ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലി അത് ബാക്ക് വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് കൂടി കാണാൻ സാധിക്കും, കൺഗ്രാജുലേഷൻ, യു ഹാഡ് 100 rupees. സോ ഓക്കെ. 100 കോയിൻസ്, അതായത് നമ്മൾ ഇതിൽ 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത സമയത്ത് 100 ഒമ്നി കോയിൻസും കൂടി നമുക്ക് ഫ്രീ ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. സോ ഈ ഒമ്നി കോയിൻസ് വെച്ചിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 200 ഒമ്നി കോയിൻസ്, 100 ഒമ്നി കോയിൻസ് എൻ്റെ റെഫറൽ കോഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 100 രൂപ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 റെഫറൽ ഒമ്നി കോയിൻസ് കൂടി ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ കാർഡ് എന്ന ഭാഗത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാർഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു കാർഡ് നിങ്ങൾക്ക് ഫിസിക്കലി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഒരു പേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റ് ടു കോൺടാക്ട്, ടു UPI ടു ബാങ്ക് അക്കൗണ്ട്, സ്കാൻ ആൻഡ് പേ എന്ന് കാണാൻ സാധിക്കും. ടു കോൺടാക്റ്റിന് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഒമ്നി അക്കൗണ്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ മൊബൈലിൽ ഏതെങ്കിലും കോൺടാക്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ടു കോൺടാക്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ടു UPI ID എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ UPI ജനറേറ്റ് ചെയ്യേണ്ടി വരും. UPI ID നിങ്ങൾ ജനറേറ്റ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ഈ ഒരു പേജ് ആയിരിക്കും വരുന്നത്. അവിടെ നിങ്ങൾക്ക് ജനറേറ്റ് UPI ID എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ 2 സിം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് സിമ്മിലാണ് നിങ്ങൾ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ആ സിം നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിമ്മിൽ ബാലൻസ് ഉണ്ടായിരിക്കണം. ഈ ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് SMS പോകുന്നുണ്ട്. നമുക്ക് ഒരു UPI ID ലഭിച്ചിട്ടുണ്ട്. സോ ഈ ഒരു UPI വഴി നമുക്ക് ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗാർഡിൻ്റെ അക്കൗണ്ട് മൊത്തത്തിൽ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മളെ അണ്ടർ 18 ഏജിൻ്റെ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് അവിടെ നിന്നും ജസ്റ്റ് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാണ്ട്. സോ നമുക്ക് നേരെ ആ ഒരു അക്കൗണ്ടിലോട്ടും കൂടി ജസ്റ്റ് ഒന്ന് പോകാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ കാർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ സെറ്റ് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും. ഈ വീഡിയോ വളരെ ലെങ്ത് ആയിരിക്കും. സോ നമ്മളിവിടെ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് നേരെ ഇനി നിങ്ങൾ അണ്ടർ 18 അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പേ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് UPI എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. സോ നിങ്ങൾ ആദ്യം കണ്ടിരുന്നത് നിങ്ങളുടെ ഗാർഡിയന് KYC കംപ്ലീറ്റ് ചെയ്യണമെന്ന്, എന്നാൽ ഈ ഫ്യൂച്ചർ എനേബിൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇപ്പം നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ എന്തുകൊണ്ട് നിങ്ങളുടെ ഗാർഡിയൻ KYC കംപ്ലീറ്റ് ചെയ്തു. സോ ഓക്കെ. അതിനുശേഷം ജനറേറ്റ് UPI എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾ UPI സെറ്റ് ചെയ്യാവുന്നതാണ്. സോ അതിനുശേഷം കാർഡ് എന്ന ഭാഗത്ത് പോയാൽ നിങ്ങൾക്കൊരു ATM കാർഡ് നിങ്ങൾക്ക് വേണ്ടി കാണാൻ സാധിക്കും. നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസും നമ്പറൊക്കെ നിങ്ങൾക്ക് വേണ്ടി കാണാൻ സാധിക്കും. സോ ഈ ATM കാർഡ് നിങ്ങൾക്ക് ഓർഡർ യുവർ ഫിസിക്കൽ ഒമിനി കാർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഒമിനി കാർഡിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇത് അപ്ലൈ ചെയ്യാനുള്ള ഒരു വീഡിയോസ് നമ്മുടെ ചാനൽ തന്നെ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഓക്കെ. അപ്പം ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇനി പേ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് QR കോഡ് നിങ്ങൾക്ക് ഷോപ്പിൽ പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് അണ്ടർ 18 അക്കൗണ്ടാണിത്. സോ നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതിലെല്ലാം ഒരു അടിപൊളി വീഡിയോ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇനി ബാങ്ക് അക്കൗണ്ടിലേക്ക് വാങ്ങി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, UPI ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ ഓക്കെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഇത് തുടർന്നിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ക്ലിക്ക് ചെയ്യാൻ ശേഷം ഓൾ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലോട്ട് വരുന്നതായിരിക്കും. സോ ഓക്കെ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ, എൻ്റെ ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.